ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോമ്പ് 21-ൻ്റെ വ്ളോഗാണ് കേട്ടോ. അത്താഴത്തിന് എണീച്ചപ്പം തലേന്ന് ബാക്കിയുണ്ടായ സ്നാക്സ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. എന്നിട്ട് നിസ്കരിച്ച് ഉറങ്ങി മോർണിംഗ് എഴുന്നേറ്റു, ബ്രഷൊക്കെ ചെയ്തു. ഇപ്പം ഞാനിതാ സ്കിൻ കെയർ ചെയ്യുകയാണ് കേട്ടോ. സ്കിൻ കെയർ ചെയ്യുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങനെ തന്നെ ചെയ്തിട്ടോ. ഫസ്റ്റ് ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ച് അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് സെറം കേട്ടോ. അതാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സെറം നമ്മൾ യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ഫേസിൽ ഉരക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പാടുള്ളൂ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ സ്മിറ്റിൽ നിന്ന് വാങ്ങിയ ട്രയൽ പ്രൊഡക്ട്സിൽ ഇനി തീരാൻ ബാക്കിയുള്ളത് ടോണർ മാത്രമാണ്. ബാക്കിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. സെറം ആയാലും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആയാലും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ബ്രാൻഡിൻ്റെ തന്നെ വലിയൊരു പ്രൊഡക്ട്സ് മേടിക്കണം കേട്ടോ. എനിക്ക് ഈ ഒരു ബ്രാൻഡൊക്കെ ഓക്കെയാണ് എൻ്റെ സ്കിന്നിന്. ഇതുവരെ പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ കുറേ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ SPF കുറവാണ്. അപ്പോൾ SPF നല്ല ഉള്ളതും നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു സൺസ്ക്രീനും കൂടി നമുക്ക് നിലം മേടിക്കാം. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേഗം റെഡി ആയിട്ട് പോവാം. അങ്ങനെ ഞാനിതാ റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. ഇപ്പം അതിന് ഈ ഒരു ചുരിദാറിനോട് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്, നേരെ പോവാട്ടോ. അപ്പോൾ എന്തിനാ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലവേദന കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്കിപ്പോൾ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് ആദ്യം തലവേദന വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തലവേദന കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നും കൂടെ പോയിട്ട് കാണിക്കുകയാണ്. കുറേ കാണിച്ചും മതിയായി ഗൈസ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കുകയാണ് കേട്ടോ. എവിടെ നിന്നാണ് മാറാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കാണിച്ച് വീട്ടിലെത്തിയിട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നു, OP എടുക്കുന്നു, ഡോക്ടറെ കാണിക്കുന്നു, മെഡിസിൻ വാങ്ങിക്കുന്നു, വീട്ടിലെത്തുന്നു, ഒക്കെ ഫാസ്റ്റായിട്ട് നടന്നു. അതുകൊണ്ട് എൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തി, കുറച്ച് റെസ്റ്റ് എടുത്തു. ഈവനിങ് ആയപ്പം കിച്ചണിൽ കയറിയിട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഗ്രേപ്പിൻ്റെ ജ്യൂസാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുകളിൽ വെച്ചിട്ടാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഐസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുത്തിയെടുത്തിട്ട് അതിനെ ജ്യൂസൊക്കെ കാണിച്ച് പോവാണ്. കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഷുഗറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഷുഗറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഷുഗർ ഒട്ടും കുറയ്ക്കണ്ട, കുറച്ചധികം ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഇനി ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നോമ്പുതുറായിട്ട് വലുതായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം അങ്ങനെ ഇതാ ഒരു മഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടോ. ഞാനിപ്പോൾ എങ്ങനെയാണ് കിച്ചണിൽ കയറുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറാറ്. ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ, വറവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ ഉള്ളത് ഞാൻ കായ് വാട്ടിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നട്ട്സും തേങ്ങയും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ആക്കിയതാണ്. ഗീലാക്കി എടുത്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ട്, ചായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് റാഹത്തായി. അപ്പോൾ ഇതാ ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇതാ പേരൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നേ, അനിയത്തിയും പിന്നെ ഫാത്തിമയാണ് കേട്ടോ. ഫാത്തിമ നമ്മളെ പുതിയ ഫ്രണ്ടാണ്. നമ്മൾക്ക് പിന്നെ ഒരേ വൈബ് ആയതുകൊണ്ട് അങ്ങ് കൂടി. അപ്പോൾ അവളെ വീട്ടിലാട്ടോ ഉള്ളത്. അവിടെ നിന്നാണ് ഈ പേരൊക്കെ പറിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു പേര കഴിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ചോപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പച്ചയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു പച്ചയാട്ടോ. പഴുത്തതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഈ ഒരു പച്ചയാണ് തോന്നിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അവരായിരുന്നു ഫോട്ടോഷൂട്ട് നടത്തിയാട്ടോ അതിൻ്റെ. അപ്പോൾ ഞാനും അത് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.